Happy Nurses Day to all nurses. ICN declared the theme for International Nurses Day this year. എന്താണ്? Our nurses, our future. Caring for nurses, strengthen economies. Our nurses, our future, strengthening economy. എങ്ങനെ നേഴ്സസിനെ കെയർ ചെയ്യുന്നതിലൂടെ? ഇതിനർത്ഥം നമ്മുടെ നേഴ്സസ് നമ്മുടെ ഭാവി തന്നെയാണ്. നേഴ്സസിനെ കെയർ ചെയ്യുന്നതിലൂടെ സാമ്പത്തിക രംഗം ശക്തമാകുന്നു. ഇത് മുൻപെങ്ങും കേട്ടിട്ടുണ്ടോ? കഴിഞ്ഞ വർഷം 2024 തീമും ഏകദേശം ഇതുപോലെ തന്നെയായിരുന്നു. അവർ നേഴ്സസ് അവർ ഫ്യൂച്ചർ, ദ ഇക്കണോമിക് പവർ ഓഫ് കെയർ. നമ്മുടെ നേഴ്സസ് നമ്മുടെ ഭാവിയാണ്, അത് സാമ്പത്തികത്തിൻ്റെ ശക്തി കേന്ദ്രമാണെന്ന്. ഈ വർഷം അത് അടിവരയിട്ട് പറയുകയാണ്. നേഴ്സസിനെ പരിചരിച്ചാൽ, അവരെ ഒന്ന് കെയർ ചെയ്താൽ ടോട്ടൽ സൊസൈറ്റിയുടെ തന്നെ സാമ്പത്തിക ഭദ്രത മെച്ചപ്പെടുമെന്ന്. നമുക്കറിയാം, ആരോഗ്യരംഗം എന്ന് പറയുന്നത് ഒരു വലിയ ഇൻഡസ്ട്രിയാണ്. അത് ഒരു ചെറിയ സേവന രംഗം മാത്രമല്ല. രോഗീ പരിചരണം എന്ന നിസ്സാരമായ വിഷയത്തിനപ്പുറം ഗ്ലോബൽ മാർക്കറ്റിൽ, പ്രത്യേകിച്ച് ഇന്ത്യയുടെ, പ്രത്യേകിച്ച് കേരളത്തിൻ്റെ ഇക്കോണമിയുടെ അച്ചുതണ്ടാണ് നേഴ്സസ്. നമുക്കറിയാം, ബ്രെയിൻ ഡ്രെയിൻ. നേഴ്സസ് വൻതോതിൽ വിദേശ രാജ്യങ്ങളിലേക്ക് കൂറുമാറുകയാണ്. അഥവാ ഇന്ത്യൻ പാസ്പോർട്ട് തന്നെ മാറ്റി മറ്റു രാജ്യങ്ങളിലെ സിറ്റിസൺഷിപ്പ് എടുക്കുകയാണ്. മെച്ചമായ ജീവിത സാഹചര്യങ്ങളും മെച്ചമായ ശമ്പളവും തന്നെയാണ് അതിന് കാരണം. ഒരു മുറിവ് വെച്ച് കെട്ടാൻ 10-20 പഞ്ഞി ചിലവാക്കുമ്പോൾ കോസ്റ്റ് ഓഫ് ട്രീറ്റ്മെൻറ്റ് കൂടുകയല്ലേ? തക്ക സമയത്ത് ലഭിക്കുന്ന ആൻറ്റിബയോട്ടിക്സ് ഒന്ന് വൈകിയാൽ, ഇൻഫെക്ഷൻ ആയാൽ രോഗിയുടെ ആശുപത്രിവാസം കൂടില്ലേ? ക്വാളിറ്റി കെയർ, സ്റ്റാൻഡേർഡ് കെയർ നൽകിയില്ലെങ്കിൽ രോഗിക്ക് ഈ ആശുപത്രി പോരാ എന്നൊരു തോന്നൽ വന്നാൽ ലക്ഷങ്ങളുടെ പരസ്യത്തിനും ആ ആശുപത്രിയുടെ പ്രോഫിറ്റ് ഉയർത്താൻ കഴിയില്ല. ഈ പ്രൊപ്പഗാൻഡയെ തരണം ചെയ്യാൻ കഴിയില്ല, അഥവാ നഷ്ടത്തിൽ ചെന്ന് നിൽക്കും. സോ ചുരുക്കി പറഞ്ഞാൽ, നഴ്സസ് ഒരു സ്ഥാപനത്തിൻ്റെ മുഖം തന്നെയാണ്. ICN പ്രസിഡന്റ് പമില സിപ്രിയാനോ WHO SDG സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോളിൻ്റെ സ്റ്റിയറിംഗ് കമ്മിറ്റി മെമ്പർ കൂടിയാണ്. അവർ ചാർട്ടർ ഫോർ ചേഞ്ച് ഡിക്ലെയർ ചെയ്യുകയുണ്ടായി. അതിൽ പറയുന്നത്, ഗവൺമെൻറ്റിനോടും മറ്റു പ്രൊഫഷണൽസിനോടും ആഹ്വാനം ചെയ്യുകയാണ്. ടു വാല്യൂ നഴ്സസ്, ടു പ്രൊട്ടക്റ്റ് നഴ്സസ്, ടു റെസ്പെക്റ്റ് നഴ്സസ്. ഒരു പ്രധാന കാര്യം കൂടിയുണ്ട്, ടു ഇൻവെസ്റ്റ് ഇൻ അവർ നഴ്സസ്. മൂല്യങ്ങൾ, ആദ്യത്തെ പോയിന്റ് തന്നെ എടുക്കാം. എന്താണ് നേഴ്സസിൻ്റെ മൂല്യങ്ങൾ? നമുക്കറിയാം, നേഴ്സിങ്ങിൽ എന്തെല്ലാം മൂല്യങ്ങളുണ്ടെന്ന് നമുക്കറിയാം. പക്ഷേ നേഴ്സസിനും ചില മൂല്യങ്ങളുണ്ട്. അത് മറ്റു സംഘടനകൾ, മറ്റു പ്രൊഫഷണൽസ്, സമൂഹമാകെ മൊത്തം ബഹുമാനിക്കപ്പെടേണ്ടത് തന്നെയാണ്. കമ്പാഷൻ, കോപ്പറേഷൻ. കമ്പാഷൻ, കനിവ്, അനുകമ്പ, സഹകരണം, പോസിറ്റിവിറ്റി, പീസ്, കാംനെസ്, സെൽഫ് റെസ്പെക്റ്റ്, സെൽഫ് ഡിസിപ്ലിൻ, റെസീലിയൻസ്, സ്ട്രെസ് തരണം ചെയ്യാനുള്ള, ഇങ്ങനെ ധാരാളം മൂല്യങ്ങൾ ഈ കാലഘട്ടത്തിന് ഏറ്റവും അനിവാര്യമായത് നേഴ്സസിനും വളരെ അത്യാവശ്യമാണ്. ടു പ്രൊട്ടക്റ്റ് നഴ്സസ്. നമുക്കറിയാം എങ്ങനെയാണ് നേഴ്സസിനെ പ്രൊട്ടക്റ്റ് ചെയ്യേണ്ടത്. ഇന്ന് സാമൂഹ്യ സുരക്ഷാ മാർഗങ്ങൾ ഏറെയുണ്ട്. സോഷ്യൽ വെൽഫെയർ മെഷേഴ്സ്, ഇൻഷുറൻസ് ആയിട്ടും, ചികിത്സാ ഇൻഷുറൻസ് ആയിട്ടും, ഒക്കുപേഷണൽ ഇൻഷുറൻസ് ആയിട്ടും. പക്ഷേ ഇന്ത്യയിൽ നേഴ്സസിന് ഒക്കുപേഷണൽ ഇൻഷുറൻസ് എന്നൊരു സംവിധാനം ഇതുവരെ ഏർപ്പെടുത്തിയിട്ടില്ല. ആക്സിഡൻറ്റ് ബെനിഫിറ്റുകളും മറ്റും ട്രെയിൻഡ് നഴ്സസ് അസോസിയേഷൻ ഓഫ് ഇന്ത്യ എന്ന സംഘടന നൽകുന്നുണ്ട്. എന്നാൽ ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് അത്തരം ഇൻഷുറൻസുകളോ സംവിധാനങ്ങളോ, പ്രത്യേകിച്ച് നേഴ്സസിന് കോവിഡ് കാലത്ത് ഇറങ്ങിയ ഒരു അവാർഡ് ഒഴിച്ച്, ഒരു പ്രത്യേക ഇൻഷുറൻസ് ഒഴിച്ച് മറ്റൊന്നും ലഭിക്കുന്നില്ല എന്നുള്ളത് ഒരു സത്യം തന്നെയാണ്. അപ്പോൾ വർദ്ധിതമായ സാമൂഹ്യ സുരക്ഷാ മാർഗങ്ങൾ നേഴ്സസിന്, റിസ്ക് അലവൻസ് പോലുള്ളത് ഏർപ്പെടുത്തേണ്ടത് വളരെ അത്യാവശ്യമാണ്. ടു റെസ്പെക്റ്റ്. നമുക്കറിയാം, ആശുപത്രിയിലേക്ക് കടന്നു ചെല്ലുമ്പോൾ ഒരു ചെറിയ പുഞ്ചിരി, ഒരു ഗുഡ് മോർണിംഗ്, അത് നമുക്ക് ആ ദിവസത്തേക്ക് മുഴുവനായും തരുന്ന മൈലേജ് ചെറുതല്ല. എങ്ങനെയാണ് നമുക്ക് നോൺ മെറ്റീരിയൽ ഇൻസെൻറ്റീവ്സ് എന്ന് പറയും, നമുക്ക് ധാരാളമായി മറ്റൊരാളെ കരുതാൻ കഴിയും, അംഗീകരിക്കാൻ കഴിയും. ചെറിയ റെസ്പെക്റ്റ് ജസ്റ്റേഴ്സ് ബോഡി ലാംഗ്വേജിലൂടെ. മറ്റു പ്രൊഫഷണൽസും, നേഴ്സിംഗ് എന്നത് ഒരു തനിയൊരു പ്രൊഫഷനല്ല, ഡോക്ടർ എന്നതും തനിയൊരു പ്രൊഫഷനല്ല. ഒരുപാട് വ്യത്യസ്ത പ്രൊഫഷനുകൾ ഇടചേർന്ന് ഒന്നിച്ച് കൈകോർത്ത് പ്രവർത്തിക്കുന്ന ഒരു രംഗമാണ്. അവിടെ എല്ലാ പ്രൊഫഷണൽസും പരസ്പരം ബഹുമാനിക്കപ്പെടേണ്ടതും ബഹുമാനിക്കേണ്ടതുമാണ്. നേഴ്സസിൻ്റെ സുഖവും ആരോഗ്യവും നിലനിർത്താൻ ടാഞ്ചിബിൾ സൊല്യൂഷൻസ് അഥവാ നടപടികൾ സ്വീകരിക്കുവാൻ പമില ജെ സിപ്രിയാനോ ആഹ്വാനം ചെയ്യുകയാണ്. കാരണം ലോകത്തിലെ തന്നെ വൻ വർക്ക് ഫോഴ്സാണ് നേഴ്സസ്. ഇറ്റ്സ് എ ഗ്ലോബൽ മാർക്കറ്റ്. നമുക്കറിയാം, ഈ സ്ഥിതിഗതികൾ ഇപ്പോൾ ഏകദേശം നേഴ്സസിന് വളരെ അനുകൂലമായൊരു കാലഘട്ടമാണ്. കോവിഡ് കാലത്ത് നാം ചിന്തിച്ചിരുന്നു അഥവാ നേഴ്സിങ്ങിന് അഡ്മിഷൻ കുറഞ്ഞു പോകുമോ എന്ന്. എന്നാൽ സമൂഹത്തിൽ ഉണ്ടായ നേഴ്സസിനുള്ള വൻ ഡിമാൻഡ് കണ്ടിട്ട് ധാരാളം രക്ഷകർത്താക്കൾ അവരുടെ മക്കളെ നേഴ്സിങ്ങിലേക്ക് വിടുകയാണ് ഉണ്ടായത്. സോ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ നമുക്ക് ഒരു വലിയ ബൂം തന്നെ നമ്മുടെ പ്രൊഫഷനുണ്ടാകും. പക്ഷേ ഇത്രയും ഡിമാൻഡുള്ള ഈ നേഴ്സിംഗ് പ്രൊഫഷൻ ഈ സന്ദർഭത്തിലും
അതിന് അർഹതപ്പെട്ട ആനുകൂല്യങ്ങളോ അർഹതപ്പെട്ട സാമൂഹിക വെയിറ്റേജോ ലഭിക്കുന്നുണ്ടോ എന്നുള്ളത് നാം ഓരോരുത്തരും ചിന്തിക്കേണ്ട ഒരു ദിവസം കൂടിയാണ് ഇന്ന്. ICUവിൽ നിന്ന് പേഷ്യൻറ്റിനെ ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ആ കട്ടിലിൻ്റെ ചക്രത്തിന്, ആ ഷിഫ്റ്റിംഗ് ബെഡിൽ ചക്രത്തിന് ഒരു കേട് വന്നാൽ നേഴ്സസിൻ്റെ സാലറിയിൽ നിന്ന് കട്ട് ചെയ്യുന്ന ഒരു സ്ഥിതി നമുക്കുണ്ട്. അഥവാ ഇനിയും സാനിറ്ററി വർക്കേഴ്സിന് പോലും 16,000 ശമ്പളം ലഭിക്കെ നേഴ്സസിന് 17,000 ശമ്പളം എന്ന അനൗൺസ്മെന്റ്, നോട്ടിഫിക്കേഷൻ ഇപ്പോഴും ഇറങ്ങുന്ന ഒരു കാലഘട്ടമാണ് നമുക്കുള്ളത്. പല കാരണങ്ങൾക്കും നേഴ്സിന്റെ സാലറി കട്ടിങ് നടത്താറുണ്ട്. 10 മിനിറ്റ് പോലും ICUവിൽ 1:1 പേഷ്യന്റ് റേഷ്യോയിൽ പരിചരണം നൽകുമ്പോൾ ലഭിക്കാത്ത ആശുപത്രികളുണ്ട്. സേവന രംഗത്ത് വരുന്ന അപകടങ്ങൾക്ക് നഴ്സസിനെ മാത്രം എൻക്വയറിയിലേക്ക് നേരിടേണ്ടി വരുന്ന ഘട്ടങ്ങളുണ്ട്. നഴ്സിംഗ് വിദ്യാഭ്യാസ രംഗത്ത് ആവശ്യമായ സൗകര്യങ്ങൾ ഏർപ്പെടുത്താത്ത സാഹചര്യമുണ്ട്. സോ ചാലഞ്ചസ് നിരവധിയാണ് എല്ലാ മേഖലയിലും. എന്നാൽ ICN പറയുന്നു, ഒരു റോഡ് മാപ്പ് പുറത്തിറങ്ങിയിരിക്കുന്നു, സം ആക്ഷനബിൾ സൊല്യൂഷൻസ് ഇറങ്ങേണ്ടിയിരിക്കുന്നു. അതിന് അവർ ചൂണ്ടിക്കാണിച്ചിട്ടുള്ള വിവിധ ഇന പദ്ധതികളിൽ ചിലത് മാത്രം സൂചിപ്പിക്കാം. 1, ഔട്ട്സ്റ്റാൻഡിംഗ് സർവീസ്. വളരെ നമുക്കറിയാം, നമ്മുടെ നിപ്പ സമയത്ത് നമ്മുടെ ലിനിയെ നമുക്ക് നഷ്ടപ്പെട്ടു. വളരെ ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ടുള്ള സേവനങ്ങൾ നൽകുന്നവരെ കൃത്യമായി ട്രാക്ക് ചെയ്ത് സ്വന്തം ഗുണങ്ങളെ അവരോട് തന്നെ ചോദിക്കാതെ സമൂഹത്തിൻ്റെയും പലരുടെയും അഭിപ്രായങ്ങൾ, അവസരങ്ങൾ ആരാഞ്ഞ് അവാർഡുകൾ ഏർപ്പെടുത്തുമ്പോൾ അത് ശരിക്കും അത് വർഷത്തിൽ ഒന്നെന്നുള്ള നിലയിലല്ലാതെ കൂടുതൽ അവസരങ്ങളിലേക്ക് അത് വിഭജിക്കുമ്പോൾ ധാരാളം പേർ അതിന് അർഹരാകുമ്പോൾ ശരിക്കും അതൊരു പരിഗണന തന്നെയാണ്, ഒരു അംഗീകാരമാണ്. സെക്കൻഡ് വൺ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, വെൽനസ് ഇനീഷ്യേറ്റീവ്. ഈയിടെ സെൻട്രൽ യൂണിവേഴ്സിറ്റി ഓഫ് കേരളയിൽ ഒരു ഹെൽത്ത് പ്രൊമോഷൻ്റെ WHO വർക്ക്ഷോപ്പ് നടക്കുകയുണ്ടായി. അവർ പറഞ്ഞത്, WHO കൺസൾട്ടൻ്റ് ആയിരുന്നു അതിൽ ലീഡ്. ഒരു വർക്ക്ഷോപ്പോ ഒരു സെമിനാറോ നടക്കുമ്പോൾ നീണ്ട 1 മണിക്കൂർ ഇരിക്കുന്നുണ്ടെങ്കിൽ 10 മിനിറ്റ് അവർ എന്തെങ്കിലും എക്സസൈസിനോ ഹെൽത്ത് പ്രൊമോഷൻ മെഷറിനോ ആയിട്ട് മാറ്റിവെക്കും എന്നുള്ളതാണ്. അവർ അതിൽ സൂചിപ്പിച്ചത് സ്പാ, ഗ്രൂം ചെയ്ത് ഡ്യൂട്ടിക്ക് എൻ്റർ ചെയ്യുക, മെഡിറ്റേഷൻ അവേഴ്സ്, യോഗ, ഇതെല്ലാം വീട്ടിൽ സ്വന്തം റിലാക്സേഷൻ ടൈമിൽ ചെയ്യേണ്ടതല്ല, വർക്കിംഗ് ടൈമിൽ തന്നെ ഇതിന് വേണ്ട അവസരങ്ങൾ ആശുപത്രിയിൽ ഒരുക്കണമെന്നാണ്. റിട്രീറ്റിന് വരെ ലീവ്, മെൻ്റൽ ഹെൽത്ത് സപ്പോർട്ട് പ്രോഗ്രാംസ്, വർക്കിനിടയിൽ ലെഷർ, ഫൺ, റിലാക്സേഷൻ, അങ്ങനെ ഡിഫറെൻറ്റ് മെത്തേഡ്സ് അവർ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ദെൻ ഓഫ് കോഴ്സ് സാധാരണ ചെയ്യാറുള്ളതുപോലെ സ്പെഷ്യൽ വർക്ക്ഷോപ്സ്, കമ്മ്യൂണിറ്റി എൻഗേജ്മെൻറ്റ്. നമുക്കറിയാം ഓരോ പ്രൊഫഷനും ഇന്ന് സമൂഹത്തിലേക്ക് അങ്ങോട്ടിറങ്ങുകയാണ്, ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങുകയാണ്. നേഴ്സസ് ആശുപത്രിയുടെ 4 ചുമരുകളിലേക്ക് ഒതുങ്ങാതെ കമ്മ്യൂണിറ്റി സേവനത്തിന് കൂടുതലായും ഇറങ്ങിത്തിരിക്കേണ്ടതാണ്. മറ്റൊരു ഉദാഹരണം പറഞ്ഞാൽ, ഒരു രോഗിയുടെ സർജറിയുടെ വിജയം മൊത്തം ടീമിൻ്റെ വിജയമായിരിക്കും. പക്ഷേ നേഴ്സസിന് ഒരു വിസിബിലിറ്റി ആ ടീമിൽ, ആ ഫോട്ടോയിൽ നേഴ്സ് പെടാറില്ല, അഥവാ പെട്ടാൽ അവരുടെ പേര് സൂചിപ്പിക്കപ്പെടാറില്ല ചിലപ്പോൾ. അപ്പോൾ വിസിബിലിറ്റി ഓഫ് നേഴ്സസ് വളരെ അത്യാവശ്യമായ ഒരു കാര്യമായി ചൂണ്ടിക്കാണിച്ചിരിക്കുന്നു. വേറൊരു പബ്ലിക് ലൈറ്റ് ഡിസ്പ്ലേസ്. നേഴ്സസിന് ഒരു നീല നിറമാണ്, ശാന്തിയുടെ ഒരു നിറമാണ് ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. സോ മോണ്യുമെൻറ്റ്സ്, ചരിത്ര സ്മാരകങ്ങൾ, അങ്ങനെ പ്രത്യേക ഇടങ്ങളിൽ മെയ് 12-ന് ഇല്യൂമിനേറ്റ് ചെയ്യണം, നീല നിറത്തോടൊരു ബൾബോട് കൂടി ഇല്യൂമിനേറ്റ് ചെയ്യാൻ ആവശ്യപ്പെടുന്നു. എഡ്യൂക്കേഷണൽ എക്സിബിഷൻസ്, നഴ്സിംഗ് ഹിസ്റ്ററി. നാം ഇന്ന് ഇവിടെ എത്തി നിൽക്കുന്നുണ്ടെങ്കിൽ എത്രത്തോളം ഫ്യൂച്ചർ നേഴ്സസ് നമ്മളെ ആദരിക്കപ്പെടണമെങ്കിൽ, സമൂഹം നമ്മളെ അംഗീകരിക്കണമെങ്കിൽ നാം ഇത്തരം വിദ്യാഭ്യാസ പ്രദർശനികൾ നടത്തേണ്ടതാണ്. സ്കൂൾ കോളേജ് പ്രോഗ്രാമുകളിൽ അത് കുട്ടികളെ ബോധവൽക്കരിക്കാൻ ഈ പ്രൊഫഷൻ എത്രത്തോളം എലഗൻ്റാണ്, റോയലാണ്, അതിലടങ്ങിയിരിക്കുന്ന അന്തസത്ത, എറ്റിക്കേറ്റ്. കാരണം സമൂഹത്തിൽ ഒരു വ്യക്തി ബാത്റൂമിൽ മാത്രം ചെയ്യുന്ന കാര്യങ്ങളെ ചെയ്തു കൊടുക്കാൻ സഹായിക്കുന്ന ഒരു വ്യക്തിയാണ് നഴ്സിംഗ്. ഒരു വ്യക്തി രോഗിയായി മുന്നിൽ വരുമ്പോൾ സ്വന്തം പിതാവോ മാതാവോ ഏറ്റവും സഹോദരനോ എന്ന നിലയിൽ കെയർ കൊടുക്കുന്നവരാണ് നഴ്സസ്. അവരുടെ പ്രൊഫഷണൽ എറ്റിക്കേറ്റ് മനസ്സിലാക്കുവാൻ, സമൂഹത്തിനെ ബോധ്യപ്പെടുത്താൻ സ്കൂളിലും കോളേജുകളിലും പ്രോഗ്രാമുകൾ സംഘടിപ്പിക്കണം. കമ്മ്യൂണിറ്റി ഇനീഷ്യേറ്റീവ്സ്. ഇത് നഴ്സസ് അനുഭവിക്കുന്ന പ്രൊഫഷണൽ അന്തസ് ആകസ്മികമായി ഉണ്ടായതല്ല, തലമുറകളായി നടത്തിയ വിവിധ കളക്റ്റീവ് ബാർഗൈനിങ് പോലുള്ള വിവിധ എഫേർട്സിൻ്റെ ഭാഗമായിട്ടാണ്. നമുക്കറിയാം, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് 1947-ലാണ്. ആദ്യത്തെ ഒരു പ്രൊഫഷണൽ ആക്ട് 1947-ലാണ് തന്നെയാണ് പാസ്സാകുന്നത്, ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിൽ ആക്ട്. 2023 അത് പുതിയ ആക്റ്റായി NNMC ആയി മാറുകയുണ്ടായി. അതിൽ കൃത്യമായ ഇടപെടലുകൾ, ആര് എന്ത് ജോലി ചെയ്യണമെന്ന ബൗണ്ടറി കൃത്യമായി വരച്ചു വെച്ചിട്ടുണ്ട്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ ക്വാളിറ്റി, ജോലി ചെയ്യുന്നവരുടെ സ്റ്റാൻഡേർഡ്, ക്വാളിറ്റി എല്ലാം സൂചിപ്പിച്ചിട്ടുണ്ട്. എന്നാലും നേഴ്സ് അല്ലാത്ത ഒരാൾ നേഴ്സിംഗ് ജോലി ചെയ്യരുത് എന്ന് കൃത്യമായി അതിൽ പ്രതിപാദിച്ചിട്ടില്ല. അതിനുവേണ്ട പ്രവർത്തനങ്ങൾ ഭാവിയിലും നടക്കുമെന്ന് കരുതുന്നു. അങ്ങനെ ശാക്തീകരണത്തിലൂടെ ശാരീരികമായ മാനസികമായ ആരോഗ്യം നേഴ്സസിന് ലഭിക്കുന്നതിലൂടെ അവർ സ്വന്തം കുടുംബത്തെ തന്നെ ഒരു ഹെൽത്ത് ലിറ്ററസിയുള്ള കുടുംബമാക്കി മാറ്റും. തനിക്ക് ചുറ്റുമുള്ള സമൂഹത്തെ ആരോഗ്യ സാക്ഷരതയുള്ള വ്യക്തികളാക്കി മാറ്റും. നമുക്ക് ചെറിയ പുഞ്ചിരി കൈമാറാം. സ്ട്രെസ്ഫുൾ വർക്കിൽ ചെറിയ റിലാക്സേഷൻ, യോഗ പോലുള്ളത് ഏർപ്പെടുത്താം, ഫൺ ഏർപ്പെടുത്താം.
ഓരോ നേഴ്സും സ്വന്തം മുഖത്തിൻ്റെ മാസ്കിൻ്റെ പാടുകളിൽ നിന്ന് പ്രസന്നത വിരിഞ്ഞ നിറഞ്ഞ മുഖത്തോടെ സന്തോഷിക്കട്ടെ, പുഞ്ചിരിക്കട്ടെ. തേഞ്ഞ എല്ലുകളും വീർത്തു വീങ്ങിയ വേരിക്കോസ് വെയിനുകളും ഇല്ലാത്ത ആരോഗ്യപൂർണമായ നട്ടലോടുകൂടിയ ഒരു റിട്ടയർമെൻറ്റ് ലൈഫും നേഴ്സസിന് ഒരു നീണ്ട പ്രൊഫഷണൽ കാലത്തിന് ശേഷം ഉണ്ടാകണം. അതിനായി സമൂഹത്തിൻ്റെ ക്രിയാത്മകമായ ഇടപെടലുകൾക്കായി ആണ് ഈ നേഴ്സസ് ഡേ ആഹ്വാനം ചെയ്തിരിക്കുന്നത്. നഴ്സിംഗിലെ വിദ്യാഭ്യാസ രംഗത്തെക്കുറിച്ച് കൂടി 2 വാക്ക് സൂചിപ്പിക്കട്ടെ. ജനറൽ നഴ്സിംഗ് ആൻഡ് മിഡ്വൈഫറി കോഴ്സ് അഥവാ BSc നഴ്സിംഗ് കോഴ്സ്, ഇത് രണ്ടുമാണ് അടിസ്ഥാന കോഴ്സ്. ജനറൽ നഴ്സിംഗ് എന്നത് ഡിപ്ലോമ കോഴ്സും BSc നഴ്സിംഗ് 4 വർഷത്തെ ഡിഗ്രി പ്രോഗ്രാമുമാണ്. എല്ലാ കോഴ്സുകളുടെയും പൂർണ്ണ അധികാരം അഥവാ നിയന്ത്രണം ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലിനാണ്. ഏത് സംസ്ഥാനങ്ങളിൽ പഠിച്ചാലും മറ്റ് സംസ്ഥാനങ്ങളിൽ വർക്ക് ചെയ്യാൻ വേണ്ടി അതാത് സംസ്ഥാനങ്ങളിൽ നഴ്സസ് ആൻഡ് മിഡ്വൈഫ്സ് കൗൺസിൽ ഉണ്ട്. ആ കൗൺസിലിൽ കോഴ്സിന് ശേഷം ഡിഗ്രി സർട്ടിഫിക്കറ്റ് ചേർന്ന് നമ്മൾക്കൊരു യുണീക്കായിട്ടുള്ള ഐഡൻറ്റിറ്റി നമ്പർ നൽകും, രജിസ്ട്രേഷൻ നമ്പർ. ആ രജിസ്ട്രേഷൻ നമ്പർ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് അവിടെയും വർക്ക് ചെയ്യാൻ സാധിക്കും. ഇതേ ട്രാൻസ്ക്രിപ്റ്റ് എന്ന മറ്റൊരു ഡീറ്റെയിലാണ് വിദേശ രാജ്യങ്ങളിലേക്ക് പോകുമ്പോൾ ആവശ്യമുള്ളത്. അതിന് ഉപരിയായി BSc നഴ്സിംഗ് കഴിഞ്ഞാൽ പഠിക്കേണ്ടത് MSc നഴ്സിംഗ് കോഴ്സാണ്. അത് 2 വർഷത്തേതാണ്. മെഡിക്കൽ സർജിക്കൽ നഴ്സിംഗ്, മെൻ്റൽ ഹെൽത്ത് നഴ്സിംഗ്, OBG പ്രസവ സംബന്ധമായ OBG നഴ്സിംഗ്, കമ്മ്യൂണിറ്റി ഹെൽത്ത് നഴ്സിംഗ്, ഇത് 4-5 സ്പെഷ്യാലിറ്റികളാണ് പ്രധാനമായും ഉള്ളത്. പിന്നീട് ഡോക്ടറൽ പ്രോഗ്രാംസ് ഉണ്ട്. PhD നഴ്സിംഗ്, അത് നാഷണൽ കൺസോർഷ്യം ഫോർ PhD നഴ്സിംഗ്, ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലിൻ്റെയും WHO ഒരു കൺസോർഷ്യമാണ്. ബാംഗ്ലൂരിലുള്ള രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസ് ആണ് അത് ലീഡ് ചെയ്യുന്നത്. മറ്റെല്ലാ യൂണിവേഴ്സിറ്റികളും ഇപ്പോൾ PhD പ്രോഗ്രാം തുടങ്ങിയിട്ടുണ്ട്. കേരളത്തിലും കേരള യൂണിവേഴ്സിറ്റി ഓഫ് ഹെൽത്ത് സയൻസിൽ PhD പ്രോഗ്രാമുകളും നടത്തുന്നുണ്ട്. പിന്നീടുള്ളത് വിദേശ രാജ്യങ്ങളിലെ ഓഫർ ചെയ്യുന്ന പോസ്റ്റ് ഡോക്ടറൽ ഫെലോഷിപ്പ് കോഴ്സുകളാണ്. ഇതല്ലാതെ ഈ പുതിയ ആക്ട് എന്ന് സൂചിപ്പിച്ചല്ലോ, നാഷണൽ നഴ്സസ് ആൻഡ് മിഡ്വൈഫ്സ് കൗൺസിൽ ആക്ട്, NNMC ആക്ടിൽ ഇൻഡിപെൻഡൻറ്റ് നഴ്സ് പ്രാക്ടീഷണർഷിപ്പിനെ പറ്റി എടുത്തു പറഞ്ഞിട്ടുണ്ട്. പിന്നീട് മറ്റൊരു ജോലി സാധ്യതകൾ കമ്മ്യൂണിറ്റി ഹെൽത്ത് ഓഫീസേഴ്സാണ്. ഇപ്പോൾ മിഡിൽ ലെവൽ ഹെൽത്ത് പ്രൊവൈഡേഴ്സായിട്ടും എല്ലാ ഹെൽത്ത് സെൻ്ററുകളിലും BSc നഴ്സ് അഥവാ MSc നഴ്സ് കഴിഞ്ഞവരെ നിയമിച്ചിട്ടുണ്ട്. മറ്റു സംസ്ഥാനങ്ങളിൽ കുറച്ച് അധികമായിട്ട് ഇത്തരത്തിലുള്ള പോസ്റ്റുകൾ, പ്രൊമോഷനുകൾ നടത്തിയിട്ടുണ്ട് എന്നുള്ളത് ഇവിടെ ശ്രദ്ധേയമായ കാര്യമാണ്. കേരളത്തിലും അത്തരം കൂടുതൽ പോസ്റ്റുകളും, അതായത് ഓരോ 5000 പോപ്പുലേഷനും ഫാമിലിയിൽ കെയർ കൊടുക്കുന്ന തരത്തിൽ ഒരു BSc നഴ്സ് അഥവാ MSc നഴ്സ് എന്നുള്ള MLHP കമ്മ്യൂണിറ്റി ഹെൽത്ത് ഓഫീസേഴ്സ് കൂടുതലുണ്ടാകുമെന്ന് പ്രത്യാശിക്കുന്നു. യുദ്ധം നീണ്ടുപോയാൽ നമ്മുടെ ധീര ജവാന്മാർക്കായി രക്തം നൽകാൻ പോലും നാഷണൽ ലെവലിൽ ഒരു ഡ്രൈവ് നടത്തുവാൻ മുന്നോട്ട് വന്ന നഴ്സസിൻ്റെ ഹൃദയ വിശാലതയ്ക്ക് മുന്നിൽ ഒരു ബിഗ് സല്യൂട്ട്. ഏവർക്കും ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ നിന്ന് നന്ദി. നമസ്കാരം.